ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഇഫ ചിക്കനാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, പുളിയില്ലാത്ത തൈരാണ്, പിന്നെ മഞ്ഞൾപ്പൊടി, കാശ്മീർ പൊടി, പിന്നെ കുരുമുളക് പൊടി, ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് എല്ലാം ചേർത്ത് മിക്സാക്കി വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവർനൈറ്റൊക്കെ വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ഓവർനൈറ്റൊന്നും വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിന്. ഇപ്പോൾ ഇതാ ചിക്കൻ്റെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നേരെ പൊരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇതിനെ ഞാൻ ഒരു പാൻ എടുത്തിട്ട് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിന്. നമുക്ക് ബട്ടറിലും ചെയ്യാം കേട്ടോ. ബട്ടറിലാണ് ഞാൻ ചെയ്യുന്നത് കണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പം സൺഫ്ലവർ ഓയിൽ പൊരിച്ചിട്ടെടുക്കുന്നതാണ്. നമുക്കിതിന് ലോ ഫ്ലെയിം ആക്കിയിട്ട് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മയോണൈസ് പോലത്തെ ഒരു സോസ് തയ്യാറാക്കാം കേട്ടോ. അതിനായി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ പഞ്ചസാര, പിന്നെ 2 സ്ലൈസ് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ വിനീഗർ, ഫ്രഷ് ക്രീം, പിന്നെ സൺഫ്ലവർ ഓയിൽ കേട്ടോ. അപ്പോൾ ഞാനിത് ബാറ്റർ റെഡിയാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പൂൺ വെച്ചോ കൈ വെച്ചോ നമുക്ക് ഇത് സ്പ്രെഡാക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള റിവ്യൂ കേൾക്കാം. പറഞ്ഞ പോലെ തന്നെ ഈ ചിക്കൻ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ കൂടി വിചാരിച്ചിട്ടാട്ടോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്രക്കും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാം, ലൈക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ, ബൈ ബൈ.